ഇന്ന് നമ്മൾ ഈ ഒരു ചൂടുകാലത്ത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിപ്പപ്പാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതലായിട്ടും കടകളിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ സിപ്പപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. സിപ്പപ്പ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു കവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടുള്ള സിപ്പപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 2 മുസമ്പിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഓറഞ്ച് ആയാലും മതി കേട്ടോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതൊന്ന് ചെറുതായി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3-4 പുതിനയുടെ ഇല ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവറായിട്ട് ഇതുകൂടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഒരുപാട് കൂടി പോകരുത്. ഒരു 2-3 അല്ലെങ്കിൽ 4 ഇല അത്ര തന്നെ മതിയാവും, ഒരുപാട് ആവരുത്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര. അപ്പോൾ സിപ്പപ്പൊക്കെ ആവുന്ന സമയത്ത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ മധുരം ഇപ്പോൾ ഒരു ഇത്തിരി വേണം, എന്നാലേ തണുക്കുന്ന സമയത്ത് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടട്ടെ. അതായത് കട്ടിയുള്ള ജ്യൂസുള്ള നമ്മൾ സിപ്പപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ടി കുറച്ചിട്ട് ചെയ്യാം. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഒരു അരിപ്പയിലൂടെ അങ്ങ് അരിച്ചെടുക്കാം. ശരിക്കും ഈ ഒരു ഓറഞ്ചിലും പുതിനയുടെ ഫ്ലേവർ കുറച്ച് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇനി മുന്തിരി ജ്യൂസാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളൊരു മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ, മിൻറ്റ്, അതായത് നമ്മൾ പുതിനയുടെ ഇല ചേർത്തിട്ടുള്ള അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ചൊരു 1/2 കപ്പ് മുന്തിരിയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. കുരുവില്ലാത്ത മുന്തിരിയായിട്ടത്, ഏതായാലും കുഴപ്പമില്ല, കറുത്ത മുന്തിരി. ഇതിലേക്ക് ഒരു 2-3 ഇല പുതിനയുടെ ഇല ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുന്തിരി ജ്യൂസിന് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ടൊരു 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ 2 ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ഈ ഒരു 2 ഫ്രൂട്ട് വെച്ചിട്ടുള്ള, അതായത് നമ്മൾ മുന്തിരിയും ഓറഞ്ചും ഉള്ള ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ സിപ്പപ്പിന് വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതുകൊണ്ടും ചെയ്യാം കേട്ടോ. പൈനാപ്പിളോ അങ്ങനത്തെ ഏത് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ജ്യൂസ് റെഡിയാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഇതുപോലത്തെ സിപ്പപ്പിൻ്റെ കവറാണ്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഈ ഒരു സിപ്പപ്പിൻ്റെ റെസിപ്പി ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു കവർ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കസിൻ വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. നാട്ടിലൊക്കെ ആ സമയത്ത് നല്ല ചീപ്പായിട്ട് കിട്ടുമല്ലോ സിപ്പപ്പിൻ്റെ കവർ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കുറച്ച് കൂടുതൽ കവർ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചങ്ങ് ഒഴിക്കേണ്ട, ഒരു 3/4 ഭാഗം അതിലൊരു ഇത്തിരി കൂടെ കൂടുതലങ്ങ് ഒഴിച്ചാൽ മതി. ഈ കവറിൽ നിറച്ച് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടക്കിയിട്ട് അത് കറക്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്നങ്ങ് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ ഒരു മെഴുകുതിരിയുടെ മുകളിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്നങ്ങ് ഉരുക്കിയാൽ മതി. വലിയ മെഴുകുതിരി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലായിരുന്നു. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വലിച്ചു കൊടുത്താൽ മതി. ഒരുപാട് നേരം തീയിൽ കാണിക്കരുത്, അങ്ങനെ നമുക്ക് അവർ ഭയങ്കരമായിട്ട് ഉരുകി പോകും. ചെറുതായിട്ട് ചൂട് തട്ട് അങ്ങ് വലിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് സിപ്പപ്പ് ഇങ്ങനെ മുകളിലേക്ക് തെറിച്ച് വരികയാണ്, ഉരുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ മടക്കി വെച്ചല്ലോ കവർ ഉരുക്കാനുള്ള ഭാഗം, ആ ഭാഗത്ത് ഒരു ചെറിയ കത്തി ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ കത്തി ഉള്ളിലേക്ക് കയറ്റിയിട്ട് തീൻ്റെ മുകളിലേക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതിയാകും. ഇത് ഉരുക്കുന്ന സമയത്ത് വെച്ചാൽ കുറേ നേരം തീയുടെ മുകളിൽ കാണിക്കരുത്. അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് കവറങ്ങ് ഉരുക്കി നാശമായി പോകും. പിന്നെ സിപ്പപ്പ് ജ്യൂസ് പുറത്ത് വരാനും തുടങ്ങും. അപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ കറക്റ്റാണ്. പെട്ടെന്ന് അങ്ങ് ചൂട് തട്ടിച്ച് താഴേക്ക് പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഉരുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ നല്ല കട്ടായിട്ട് വരില്ല, ഒരു സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അടുത്ത രീതിയിലുള്ളതും കൂടെ ചെയ്യേണ്ട, അതോടെ ചെയ്തിട്ട് ഒന്നിച്ച് ഫ്രീസറിലേക്ക് വെക്കാം. ഇനി നമ്മൾ പാല് വെച്ചിട്ടുള്ള സിപ്പപ്പാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഫ്രഷ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മധുരം കൂടെ വേണം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് ബാക്കിയുള്ള ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം ഈ പാലിൻ്റെ കൂട്ട്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ്, അത്രയേ ഉള്ളൂ.
പാല് ചേർത്തിട്ട് ഒരുപാട് നേരം തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് തിളച്ച് ചൂടായി വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിരിക്കുന്ന പാലിൻ്റെ കൂട്ടാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമ്മൾ സിപ്പപ്പൊക്കെ ആക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാൽ സിപ്പപ്പ് ഇങ്ങനെ തന്നെ മതി, അതായത് ഈ വെള്ള കളറിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ 2 നുള്ള ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് സിപ്പപ്പിൻ്റെ കവറിലാക്കിയിട്ട് ആദ്യം നമ്മൾ തീയിൽ ഉരുക്കിയല്ലോ അതുപോലെ ചെയ്ത് ഫ്രീസ് ചെയ്തെടുത്താൽ മാത്രം മതി. അതല്ല, ഇനി കാണാനൊരു ഭംഗിക്ക് വെറൈറ്റിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എസൻസ് മിക്സുകൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാട്ടോ. ഞാനിപ്പോൾ പിസ്ത മിക്സ്, സ്ട്രോബെറി, അതുപോലെ തന്നെ നമ്മളെ ബദാമിൻ്റെ പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് എപ്പോഴും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിർബന്ധം മാത്രമല്ല, അത്ര ഹെൽത്തി അല്ല ഈ ഒരു എസൻസ് മിക്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനെങ്കിലും ആവശ്യത്തിന് ഇത് വാങ്ങിച്ചത് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ. അത്ര ഞാൻ പറയുന്നുള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിലുണ്ടാക്കിയ സിപ്പപ്പൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. പിന്നെയെന്ന് വെച്ചാൽ ഈ ചൂടുകാലത്ത് നമ്മൾ നാട്ടിൽ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും കുട്ടികളൊക്കെ ആകുമ്പോൾ അടുത്തുള്ള കടകളിലൊക്കെ പോയിട്ട് എന്തായാലും സിപ്പപ്പൊക്കെ വാങ്ങി കഴിക്കും. അങ്ങനെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ എസൻസ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ആ പാൽ അങ്ങനെ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്താൽ, അതായത് പാലിൻ്റെ കൂട്ട് അങ്ങനെ ഒഴിച്ച് ഫ്രീസ് ചെയ്തെടുത്താലും മതി. ഈ ഒരു 4 മിക്സ് ആക്കി എടുക്കാനായിട്ട് ഞാൻ 4 പാത്രത്തിലേക്ക് കറക്റ്റ് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഏത് കളറാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു പാത്രത്തിലുള്ളത് ഒരു 2 സിപ്പപ്പിനുള്ളതുണ്ടാവും. ശരിക്കും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 1 കപ്പ് പാലും 1 കപ്പ് തേങ്ങാപ്പാൽ കൊണ്ട് ഒരു 8 അല്ലെങ്കിൽ ഒരു 9 സിപ്പപ്പൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ആ ഒരു കവറിൻ്റെ വലിപ്പം അനുസരിച്ച് എടുത്തു വെച്ചിട്ടുള്ള എസൻസ് മിക്സ് ഓരോ പാത്രത്തിലും ഓരോന്നാക്കി കൊടുക്കുക. 1 or 2 തുള്ളി മതി കേട്ടോ. കൂടി പോകരുത്. കൂടി പോയാൽ ഒരു നല്ല ടേസ്റ്റേ ആവില്ല. ചെറിയൊരു ഫ്ലേവർ അത്ര മാത്രം മതിയാകും. എന്നിട്ട് ഇതെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സിപ്പപ്പിൻ്റെ കവറിലേക്ക് ആക്കിയിട്ട് ഒന്ന് തീയിൽ കാണിച്ചിട്ട് ഒന്നങ്ങ് റെഡിയാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പം ഈ ഒരു മിക്സ് കൊണ്ട് ഇത്രയും സിപ്പപ്പിൻ്റെ കവറിൽ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. അതായത് എല്ലാ കളറിലുള്ളതും ഒരു 2 കവറിൽ ചെയ്യാനായിട്ടുണ്ടാവും നമ്മൾ എടുത്തിട്ടുള്ള ഒരളവ് വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പാൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സിപ്പപ്പ് നമ്മൾ കവറിൽ നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കണം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 4, 5 അല്ലെങ്കിൽ 6 മണിക്കൂർ വരെയൊക്കെ വെയിറ്റ് ചെയ്യണം. അതായത് ഇത് കറക്റ്റ് കട്ടായിട്ട് സെറ്റായിട്ട് വരണം അതുവരെ. അപ്പോൾ ഓരോ ഫ്രിഡ്ജിലും ചിലപ്പോൾ സമയത്തിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവാം. ഇതിപ്പോൾ നമ്മൾ സിപ്പപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണിക്കൂർ കൊണ്ടാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നോക്കുന്ന സമയത്ത് കറക്റ്റ് കട്ടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ കൂടുതൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. പിന്നെ നമ്മളിത് ഒരു 6 ഫ്ലേവറിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലോങ് ആയിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് സിപ്പപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും വെറൈറ്റി 3-4 ഒന്നിച്ച് ചെയ്തു. കാരണം വേറെ വീഡിയോസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സിപ്പപ്പ് റെസിപ്പി തന്നെയാണ് കേട്ടോ. ഫ്രഷ് ജ്യൂസ് മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പം ഈ ഒരു രീതിയിൽ സിപ്പപ്പിന് ഇതുവരെ വീട്ടിൽ ചെയ്ത് വെക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്